നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത്. കാരണം അത്രയധികം ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 50ഓളം പറക്കുന്നളികളുടെ വീഡിയോസ് ആണ് ഇപ്പോ അമേരിക്കൻ ഗവൺമെന്റ് പുറത്തു വിട്ടിരിക്കുന്നത്. അതും ഇത്തവണ പുറത്തു വിട്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. ഇവരുടെ ടെക്നോളജിക്ക് മുമ്പിൽ നമ്മൾ ഒന്നുമല്ല, ശൂന്യമാണ്. ഞാൻ അധികം പറയുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ എനിക്കിഷ്ടപ്പെട്ട 8 പറക്കുന്നളികളുടെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം. ഇവിടുത്തെ ആദ്യത്തെ വീഡിയോ തന്നെ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. അത് നിങ്ങളിപ്പോ ഒരു സയൻസിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് സിറിയയിലത്തെ US മിലിറ്ററി പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ്. ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു പറക്കുന്നളിയ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് സാധാരണ നമ്മളെല്ലാവരും കണ്ടു പഴകിയ ഒരു വിഷ്വൽസ് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചു നേരം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ കണ്ണ് ശരിക്കും തുറന്നിട്ട് ഒന്ന് നോക്കുക. അതായത് ഈ പറക്കുന്നളിയ പെട്ടെന്നാണ് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ഞാൻ പല വീഡിയോസിലും പല പറക്കുന്നളികളുടെ കേസസിലും പല പറക്കുന്നളികളുടെ സ്റ്റോറീസിലും ഞാൻ പറയാറുള്ള അതേ കാര്യം തന്നെയാണ് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നത്. ഈ വീഡിയോയുടെ 20ാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ ഈ പറക്കുന്നളിക്ക് ഷൂട്ട് ചെയ്ത് പോകുന്നത് പോലെയാണ് ശരിക്കും ഉള്ളത്. ഇതൊന്നും നമ്മുടെ ശാസ്ത്രം ഉപയോഗിച്ചോ ഫിസിക്സ് ഉപയോഗിച്ചോ നടക്കാത്ത കാര്യങ്ങളാണ്. എയറോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇത് മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ലോസ് ഒന്നും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഒരു പരിപാടിയും ഈ ഒരു സംഗതി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോ ഇത് എന്ത് ഒബ്ജക്റ്റ് ആണെന്നുള്ളത് എനിക്ക് സത്യം പറയാൻ മനസ്സിലാവുന്നില്ല. ഞാൻ ഈ വീഡിയോ ഒരിക്കൽ കൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോ ഈ ഒരു പറക്കുന്നളിക സാധാരണ പോലെയാണ് ആദ്യമൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇത് ചെറുതായിട്ട് സൈഡിലേക്ക് പോവുകയും പിന്നെ റാപ്പിഡ് ആയിട്ടുള്ള ആക്സിലറേഷൻ ആണ്. അപ്പോ അത് എത്ര വേഗത്തിലാണ് പോയത് എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. സൗണ്ടിന്റെ വേഗതയേക്കാൾ ഒരുപാടധികം വേഗത്തിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് പോക്കളഞ്ഞത്. ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ഗ്രാവിറ്റി പ്രശ്നമല്ല, എയറോഡൈനാമിക്സ് പ്രശ്നമല്ല, ഫിസിക്സിന്റെ ലോസ് ഒന്നും പ്രശ്നമല്ല. ഇതിന് നമ്മൾ ഇത്രയും നാളും വിശ്വസിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തായിട്ടാണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ ദൈർഘ്യം ഏകദേശം ഒരു 5 മിനിറ്റോളം ഉണ്ട്. അപ്പൊ 3 മിനിറ്റും 50 സെക്കൻഡും നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഈ ഒരു ഒബ്ജക്റ്റിനെ സൂം ഔട്ട് ചെയ്തിട്ട് അതായത് ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര പാടുപെട്ടിട്ടാണ് നമ്മുടെ കൈവശമുള്ള ടെക്നോളജി ഈ ഒരു സംഭവത്തെ ട്രാക്ക് ചെയ്ത് പിടിച്ച് നിർത്തുന്നത് എന്നുള്ളൊരു കാര്യം ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത വീഡിയോ എടുത്തിരിക്കുന്നത് 2022 ഓഗസ്റ്റ് 26 ഇറാനിൽ വെച്ചിട്ടാണ്. ഈ വീഡിയോയുടെ ദൈർഘ്യം ഏകദേശം ഒരു 10 സെക്കൻഡോളമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക. ഈ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 ബോട്ടുകൾ ഇങ്ങനെ പോകുന്നത് കാണാൻ കഴിയും. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വീഡിയോയുടെ ഒരു മൂലയ്ക്ക് 3-4 ഒബ്ജക്റ്റ് ഒരു ഫോർമേഷനിൽ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ സൂം ചെയ്ത് ഇപ്പൊ കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഒരു ഒബ്ജക്റ്റ് മുകളിൽ കൂടി ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല. അതിന്റെ അടിയിൽ നമുക്കൊരു ഷാഡോ പോലത്തെ ഒരു സംഭവത്തെ കാണാൻ കഴിയും. അപ്പോൾ ഈ അടിയിൽ കാണുന്നത് ഒരു ഷാഡോ ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഈ സംഭവം പോകുന്നത് കടലിന്റെ മുകളിൽ കൂടിയാണ്. അപ്പോൾ കടലിന്റെ മുകളിൽ കൂടി പോകുമ്പോൾ ഇത്ര അധികം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷാഡോ കിട്ടില്ല. പിന്നീട് ഞാൻ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫ്രെയിം എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ഒരു ഒബ്ജക്റ്റ് അല്ല, പകരം 3-4 ഒബ്ജക്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 4 പറക്കുന്നളികൾ ഒരു ഫോർമേഷനിൽ പോകുന്നു എന്നാണ് ശരിക്കും ഇവിടെ പറയുന്നത്. അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു കാര്യം ഈ ബോട്ട് പോകുന്ന വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ബോട്ടിന്റെ നിറം ഇവിടെ കറുപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിന് ചുറ്റുമുള്ള ആ ഒരു വെള്ളമില്ല, അതിങ്ങനെ തെറിപ്പിച്ചു പോകുന്ന ഒരു വെള്ളമില്ലേ, അത് വൈറ്റ് കളറിൽ കാണാൻ കഴിയും. പിന്നെ ബാക്കിയുള്ള കടലിൽ ഒരു ഗ്രേ ഷെയ്ഡിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ കളറിന് ഡിഫറൻസ് വരാൻ കാരണം അവിടുത്തെ ടെമ്പറേച്ചറിന് ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ്. അതായത് ഇവിടെ വെള്ളത്തിലൂടെ ബോട്ട് പോകുന്നത് കൊണ്ട് ഈ ഒരു സംഭവത്തെ ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കളർ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതേ ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ ഒരു പറക്കുന്നളിയെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കറുത്ത സ്പോട്ട് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് അതിന്റെ ചുറ്റിനും ഒരു വെള്ള കളറോ അങ്ങനത്തെ ഒന്നുമില്ല.
അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, ഇതിന് ഒരു വിസിബിൾ ആയിട്ടുള്ള പ്രൊപ്പൽഷൻ ഇല്ല. അതായത് ഇത് റോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറയിൽ ഇങ്ങനെ തീ പോലെ എന്തെങ്കിലും ഒരു സംഭവം പോകണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും പോട്ടെ, ഒരു പ്രൊപ്പലർ ഉണ്ടാവണ്ടേ. അപ്പോ ഒന്നിന്റെയും ഒരു ഹീറ്റ് സിഗ്നേച്ചർ നമുക്കിവിടെ കാണാനും കഴിയുന്നില്ല. ഞാനിപ്പോ ഈ പറഞ്ഞത് എന്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയാ. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് 2020 നവംബർ 23 അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ടാണ്. ഈ വീഡിയോ ശരിക്കും അതിന്റെ ഒറിജിനൽ സൈസ് വീഡിയോ അല്ല, പകരം അതിന് സൂം ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് നോക്കി നോക്കാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മേഘങ്ങളുടെ ഇടയിൽ കൂടെ എന്തോ ഒരു ഫ്ലൈയിങ് സോസർ പോലത്തെ ഒരു വട്ടത്തിലുള്ള ഒരു സംഭവം ഇങ്ങനെ പയ്യെ എമർജ് ചെയ്ത് വരികയും അത് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്കിതൊരു വലിയ ഒബ്ജക്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ശരിക്കും സൂം ഇൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിന്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് ശരിക്കും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഒറിജിനൽ വീഡിയോ കൂടി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ മേഘങ്ങളുടെ ഇടയിൽ കൂടെ എന്തോ ഒരു സംഭവം വളരെയധികം സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയും. അതും ഈ ഒരു സംഭവം ആ ക്ലൗഡിന്റെ കോൺട്രാസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നതാണ് ഈ ഒരു വീഡിയോയുടെ അവസാനം എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്നത് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ബൂഗാസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു പറക്കുന്ന കളിയെ പറ്റിയിട്ടാണ്. അതും 2024 നവംബർ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വെച്ച് ഇതേപോലത്തെ ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള പറക്കുന്ന കളിയെ അവിടെ വന്ന് ലാൻഡ് ചെയ്ത് നിന്നു. അവിടെയുള്ള ഫ്ലൈറ്റ് ഒക്കെ കുറെ നേരത്തേക്ക് ക്യാൻസൽ ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികളൊക്കെ അന്ന് നടന്നതാണ്. ആ സമയത്ത് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ കള്ളം പറയുന്നു, ഞാൻ ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ വീഡിയോ എടുത്തിരിക്കുന്നത് 2024 ജൂൺ 24 അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോ നോക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു പറക്കുന്ന കളിയാ. അങ്ങനെയാണ് ഇവർ ഈ ഒരു സംഭവത്തെ പറയുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ പറക്കുന്ന കളികളുടെ വീഡിയോസിനെ പറ്റി ഒരുപാടധികം ടെസ്റ്റ് മൂവീസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ അതിലൊക്കെ ചിലർ പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ പറക്കുന്ന കളികളുടെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് അത് വേറെ ഷേപ്പ് ഒക്കെ എടുക്കുന്നുണ്ടെന്നുള്ളത്. അന്നൊക്കെ ഞാൻ ഈ ഒരു സംഭവത്തെ പറ്റി കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ എന്റെ കൺമുന്നിൽ ഇതാ ഗവൺമെന്റ് ഇതേപോലത്തെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു. ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മുടെ കൺമുന്നിലൂടെ കാണാൻ കഴിയും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണോന്ന് അറിയില്ല, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഏകദേശം 1 മിനിറ്റോളം സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിം കിട്ടും. അപ്പോ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, പകരം ഒരു 4-5 ഒബ്ജക്റ്റ് ഇങ്ങനെ കൂടി ഒരുമിച്ച് നിൽക്കുന്നത് പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഫോർമേഷനിൽ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ എനിക്ക് തോന്നുന്നതാണോന്ന് അറിയില്ല, പക്ഷെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന പറക്കുന്ന കളിയായിട്ടാണ്. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഈ ഒരു ഒബ്ജക്റ്റിനെ മാക്സിമം സൂം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഈ ഒരു സംഭവത്തിന്റെ ക്രോസ് ഹെയർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു വീഡിയോയുടെ 5 മിനിറ്റിന് ശേഷം ഈ വീഡിയോയുടെ ഒറിജിനൽ സൈസും ഒറിജിനൽ സ്പീഡും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും നിങ്ങളിപ്പോ ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഈ ഒരു പറക്കുന്ന കളിയെ കാറ്റാടികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയും. ഇത് കണ്ടിട്ട് മിക്കവാറും ഇതൊരു ഓഫ് ഷോർ വിൻഡ് മിൽ ഫെസിലിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തൊക്കെ തന്നെയാലും ആ ഒരു ഒബ്സർവേഷൻ നമുക്ക് ഇവിടെ കാണാനും കഴിയും. അപ്പോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അതെന്താണെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് 2024 ജൂൺ 1 അപ്പോ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 മിസൈല് പോലത്തെ സംഭവത്തെ ആയിരിക്കും നമുക്ക് ആദ്യം കണ്ടാൽ തോന്നുന്നത്. ഇത് കണ്ടപ്പോൾ ആദ്യം ഞാൻ ഇതൊരു മിസൈൽ ആയിട്ടാണ് വിചാരിച്ചത്. പക്ഷേ ഈ വീഡിയോ മുന്നോട്ട് പോയപ്പോഴാണ് അത് മിസൈൽ അല്ല, അത് ശരിക്കും ഒരു പറക്കുന്നളിയാണെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. ഈ വീഡിയോ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാണെങ്കിൽ ഈ പറക്കുന്നളിയുടെ ഷേപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് UFO കൂടെ കാണാനും കഴിയുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇവിടെ 4 പറക്കുന്നളികളാണ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. അത് 3 ഒരുമിച്ചും 1 മാറിയാണ് ഇങ്ങനെ പറക്കുന്നത്. അങ്ങനെ ഈ 4 പറക്കുന്നളികളും കൂടി ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ തന്നെയാണ് ശരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി അഥവാ ഈ പറക്കുന്നളികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ലൈറ്റ് പുറപ്പെടുവിക്കാനുള്ള ഒരു കഴിവുമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകാശത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് UFO ആയിട്ടായിരിക്കും കാണാൻ കഴിയുന്നത്. അതായത് 4 ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കില്ല, പകരം ഒരൊറ്റ ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ഞാൻ പറയാൻ കാരണം ഒരുപാടധികം പറക്കുന്നളികളുടെ കേസ് അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഫോർമേഷൻ ആണ് ശരിക്കും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പ് വളരെയധികം ഫേമസ് ആണ്. എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നത് ഈ പറക്കുന്നളികൾ പോകുന്ന അല്ലെങ്കിൽ ഇത് പറക്കുന്ന ആ ഒരു ഡിസിപ്ലിൻ കണ്ടിട്ടാണ്. എത്ര അധികം ഡിസിപ്ലിനോടെയാണ് ഈ ഒരു സംഭവം പറക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് പറയാ. അങ്ങനെ ഈ വീഡിയോയുടെ 6ാമത്തെ മിനിറ്റ് എത്തുമ്പോൾ ഈ 4 പറക്കുന്നളികളും ഒരുമിച്ച് ഒരൊറ്റ ഫോർമേഷൻ പോലെ പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇങ്ങനത്തെ ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അതായത് ചിലപ്പോ ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിരിക്കില്ല, പകരം ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒരുമിച്ച് ഒരൊറ്റ പറക്കുന്നടിയായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഒരു സംഭവത്തിന്റെ ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് പറയാൻ കാരണം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം എന്താന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഇത്രയും നേരം വെച്ച് കണ്ട പറക്കുന്നളികളുടെ വീഡിയോസിൽ ഇതൊരു പറക്കുന്നളി ആയിരിക്കില്ല, പകരം നമ്മുടെ എന്തെങ്കിലും ഒരു ടെക്നോളജി ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത് പറയാൻ കാരണമുണ്ട്. കാരണം ഈ ഒരു പറക്കുന്നളിയുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ പുറകിൽ നമുക്കൊരു ഹീറ്റ് സിഗ്നേച്ചർ കാണാൻ കഴിയും. അതായത് ഒരു ജെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഹീറ്റ് സിഗ്നേച്ചർ ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ ഏകദേശം അതിനോട് വളരെയധികം സാദൃശ്യം തോന്നിക്കുന്ന ഒരു സംഭവത്തെയാണ് നമുക്കിവിടെ കാണാനും കഴിയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തിന്റെ ഷേപ്പാണ്. ഇങ്ങനെ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റിനെ ഒരു പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇത്ര അധികം സ്മൂത്ത് ആയിട്ട് എയർബോൺ ആയിട്ട് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇത് ചിലപ്പോ ഒരു ഒറ്റ ഒബ്ജക്റ്റ് ആയിരിക്കണമെന്നില്ല, 2 ഒബ്ജക്റ്റുകൾ കൂടി ചേർന്ന് പോകുന്നതായിരിക്കാം. അതിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങളിപ്പോ ഈ കാണുന്നത് 2020 ഒക്ടോബർ 29 എടുത്തൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കാര്യം വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ പറക്കുന്നളികളെ ട്രാക്ക് ചെയ്ത് പിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, ഈ പറക്കുന്നളികളെല്ലാം വളരെയധികം വേഗത്തിലാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ 1 മിനിറ്റോളം ഒരു പറക്കുന്നളിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നീട് 1 മിനിറ്റ് ശേഷം വേറെ ഒരു പറക്കുന്നളിയെ എവിടുന്ന് അപ്പിയർ ചെയ്യുന്നു, അതിനെ ട്രാക്ക് ചെയ്യാൻ ഇവിടെ വീണ്ടും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവം എവിടേക്കോ പോകുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ 3 പറക്കുന്നളികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് എത്ര നോക്കിയിട്ടും 2 എണ്ണത്തെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് നോക്കിയിട്ട് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഇതൊന്നൊന്നുമല്ല, ഞാനിപ്പോ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 50ഓളം വീഡിയോസ് ആണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ 7ഓ 8ഓ വീഡിയോസ് മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാര്യം വേറെ ഒന്നല്ല, എനിക്ക് വേണമെങ്കിൽ ഒരൊറ്റ വീഡിയോയിൽ ഈ 50 വീഡിയോസ് ഇങ്ങനെ നിരത്തി പിടിച്ച് കാണിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെയധികം സെലക്ട് ചെയ്ത് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്. കഴിഞ്ഞ UFO വീഡിയോയിൽ 1-2 ആൾക്കാർ കമന്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഈ കാണുന്ന പറക്കുന്നളികളുടെ വീഡിയോസ് എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ് അല്ലേ, ഇൻഫ്രാറെഡ് വീഡിയോസ് അല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ശരിക്കും കളറിലുള്ള പറക്കുന്നളികളുടെ വീഡിയോസ് ആണ്. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോ ഈ കണ്ട ഈ പറക്കുന്നളികളെല്ലാം ജെന്യുവൻ ആയിട്ടുള്ള 100% റിയൽ ആയിട്ടുള്ള UFO ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം ഇവരുടെ കൈവശമുള്ള ആ ഒരു ടെക്നോളജീനെ പിടിക്കാനായിട്ട് നമ്മുടെ ഒരു ശാസ്ത്രത്തിന് കഴിയില്ല എന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. എന്നാൽ നാളെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ഒരുപാടധികം ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇനിയും കിട്ടും. അപ്പോൾ ആ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതെന്താണത്?